അസ്സലാമു അലൈക്കും. അപ്പോൾ അമൃതപ്പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ഭയങ്കര ടേസ്റ്റിലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അമൃതപ്പൊടിയുടെ ഒരു ചായ ഒന്നും വരുന്നില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിലോളെന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും എങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് അതിന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതിന് ശേഷം നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പീനട്ട് ബട്ടറാണ്. അത് കയ്യിലുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒന്നും പാടെ ഒരു രുചി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചങ്ങാണ്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് ഒരു 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അകത്ത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും പാടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈത്തപ്പഴമോ അല്ലെങ്കിൽ ചെറുപഴമോ ഒക്കെ ചേർത്ത്, ഇനി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അമൃതപ്പൊടിയാണ്. ഇത് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വെറുതെ ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ വറുത്ത് കുപ്പിയിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്യൂസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായിട്ട് ഞാൻ അമൃതപ്പൊടി വലിയ സ്പൂണ് 2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. മധുരം ഈത്തപ്പഴത്തിൻ്റെയും അമൃതപ്പൊടിയുടെ ഒക്കെ മധുരം മതിയെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അമൃത ഷേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരിക്കലും ഞാൻ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ലത് അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാം പരിപ്പ് ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബദാം പരിപ്പൊക്കെ ഇതിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കട്ടോ. വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ അതിൽ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.